ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 1 kg വെയിറ്റ് വരുന്നൊരു ടോൾ കേക്കാണ്. പിന്നെ അതിൻ്റെ കൂടെ 6 സെറ്റ് വരുന്ന കപ്പ് കേക്ക്സും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്ന കേക്കിൻ്റെ ഫ്ലേവർ സ്പാനിഷ് ഡിലൈറ്റ് ആണ്. കസ്റ്റമർ ചെറിയൊരു അവരുടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, പക്ഷേ എങ്കിൽ ഫങ്ഷൻ ചെറിയ രീതിയിൽ നടത്തുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് 1 kg കേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ടോൾ കേക്കായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഹൈറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ 5 ഇഞ്ചിൽ ബേക്ക് ചെയ്യണം. 6 ഇഞ്ചിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഹൈറ്റ് കിട്ടും, പക്ഷേ കുറച്ചും കൂടെ ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് ഫോൾഡ് ലൈൻ ഡിസൈൻ വരുന്നൊരു കേക്കാണ്. അപ്പം അതിനകത്ത് 3 ലെയറായിട്ടാണ് കളർ വരുന്നത്. അപ്പം അങ്ങനെ അതിനൊരു നല്ല ഭംഗി കിട്ടണമെങ്കിൽ നമുക്ക് കേക്ക് അത്യാവശ്യം ഹൈറ്റ് വേണം. അപ്പം നമ്മൾ 5 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ട് ബാറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്ത് 2 തവണയായിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ കേക്കിനെ നമ്മൾ 6 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതാകുമ്പം കേക്കിന് അത്യാവശ്യം നല്ല ഹൈറ്റ് വരും. അതിനുള്ളിൽ ക്രീമും കൂടെ ഫില്ലിങ് വരുമ്പോഴത്തേക്കും കേക്ക് നല്ല ഹൈറ്റായിട്ട് വരും. നിങ്ങൾക്ക് കാണുമ്പോൾ അത് ചോക്ലേറ്റ് സ്പഞ്ചായിട്ട് തോന്നുന്നുണ്ടാകും, പക്ഷേ ചോക്ലേറ്റ് സ്പഞ്ചല്ല. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ തന്നെയാണ്, പക്ഷേ അതിനകത്ത് കുറച്ചും കൂടെ ഫ്ലേവേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ്. നമുക്ക് ആക്ച്വലി ഒരു ബൂസ്റ്റിൻ്റെ ഒക്കെ ടേസ്റ്റാണ്, ചോക്ലേറ്റും വിത്ത് ഒരു ബൂസ്റ്റിൻ്റെ ടേസ്റ്റാണ് നമുക്ക് ഈ സ്പാനിഷ് ഡിലൈറ്റിൽ കിട്ടുക. അപ്പോൾ നമ്മളിതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് അതിനകത്ത് ബട്ടറും കൂടി ഇട്ട് മെൽറ്റ് ചെയ്ത് പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുത്തിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അത് കുറച്ച് നേരം ചൂട് തണിയുമ്പോഴത്തേക്കിനും അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. എന്നിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രലൈൻ റെഡിയായി. ഇതേ സാധനം തന്നെയാണ് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിലും യൂസ് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ അതിനകത്ത് ബട്ടർ സ്കോച്ചിൻ്റെ സോസും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിതിനകത്ത് പ്രലൈൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലെയറിൽ ബൂസ്റ്റ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ക്രീമിലാണ് ബൂസ്റ്റിൻ്റെ പൗഡർ കൂടെ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഓവറായിട്ടുള്ളൊരു ടേസ്റ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലെയറിൽ ബൂസ്റ്റ് പൗഡർ ഇട്ടിട്ടില്ല. ലെയറിൽ പകരം കുറച്ചും കൂടെ നമ്മൾക്ക് കേക്കിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് കേക്കിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. നമുക്കിപ്പം ഷുഗർ സിറപ്പിൽ മധുരം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കേക്കിന് കുറച്ചും കൂടെ ടേസ്റ്റ് വരിക നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മൾ ഈ 6 ലെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി കേക്കിനെ നന്നായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ, അതായത് പിറ്റേന്നാണ് അവർക്ക് കേക്ക് കൊടുക്കേണ്ടത്, അന്ന് രാവിലെയാണ് ഞാൻ ഫുൾ ബാക്കി ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്ത് വെച്ചത്. അതാകുമ്പം കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ശരിക്കും തലേ ദിവസം കേക്ക് ബേക്ക് ചെയ്ത് ഉള്ളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് കേക്ക് എടുക്കുമ്പോഴാണ് കേക്കിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരിക. നമ്മൾ സ്പഞ്ച് ചെയ്യുമ്പോഴും അത് തന്നെയാണ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്പഞ്ച് നമ്മൾ തലേന്ന് ചെയ്തിട്ട് പിറ്റേന്ന് എടുക്കുമ്പോഴാണ് ആ സ്പഞ്ചിൻ്റെ കറക്റ്റ് ഒരു ടെക്സ്ചർ കിട്ടുന്നത്. അല്ലെങ്കിൽ സ്പഞ്ച് എപ്പോഴും ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്തെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഫൈനലൈസിങ്ങിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഞാൻ അതിൻ്റെ നടുക്കൊരു സ്റ്റിക്ക് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഹൈറ്റുള്ള കേക്കല്ലേ, എനിക്ക് ഇങ്ങനത്തെ കേക്ക് ചെയ്യുമ്പോഴും ഡെലിവറി ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാണ്. എങ്ങാനും മറിഞ്ഞ് വീണാൽ, എൻ്റെ കയ്യിൽ നിന്ന് ഒരു കേക്ക് അങ്ങനെ വീണ് പോയിട്ടുണ്ട്. പക്ഷേ അത് വീണ് പോയപ്പോഴും എനിക്ക് രക്ഷയായത് ഈ നടുക്ക് വെച്ച സ്റ്റിക്ക് തന്നെയാണ്. ഞാൻ കുറച്ച് മുന്നേ ചെയ്തൊരു വീഡിയോയിൽ, ഒരു സ്പൈഡർമാൻ കേക്കിൻ്റെ വീഡിയോയിൽ, ആ കേക്ക് നമ്മൾ ഡെലിവറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കേക്ക് ഉരുണ്ട് റോഡിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. പുറമത്തെ ക്രീം ഫുള്ളായിട്ട് പോയെങ്കിലും ആ നടുക്ക് നമ്മൾ ആ സ്റ്റിക്ക് വെച്ചത് കൊണ്ട് ആ കേക്ക് ഉള്ളിൽ അതുപോലെ തന്നെ ഉണ്ട്, ഒരു ലെയർ പോലും ഇളകി പോയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് അതിൻ്റെ ഫുൾ ഐസിങ്ങും ചെയ്ത് ഒരു 1/2 hour കൊണ്ട് നമുക്ക് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ടോളായിട്ടുള്ള കേക്ക് ചെയ്യുമ്പം എപ്പോഴും ഇതുപോലെയുള്ള സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പം നമുക്ക് ആ കാര്യം വിടാം, നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. നമ്മുടെ കേക്ക് ഇവിടെ വൈറ്റ് കളർ വെച്ചിട്ട്
നമ്മൾ ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ടോൾ കേക്ക് ഐസിങ് ചെയ്യാൻ കുറച്ചൊരു മെനക്കേട് പോലെയാണ്. അത് ശരിയായി കിട്ടാനൊരു ടെൻഷൻ പോലെ. കാരണം ഞാൻ ഈ ഒരു സ്ക്രേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ സ്ക്രേപ്പറിൻ്റെ ലെങ്ത്ത് കണ്ടാൽ നിങ്ങൾക്കറിയാം, അത് കേക്കിൻ്റെ പകുതിയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഡിസൈനിന് നമ്മുടെ ഈ സ്ക്രേപ്പർ മതി. അപ്പോൾ നമ്മളെ മേലെ ഭാഗമൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത പരിപാടി, ഈ ഒരു പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് കളറാണ്, അവർക്ക് കളർ അധികം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തന്ന ഡിസൈനിൽ നമുക്കിപ്പം കളർ തീരെ യൂസ് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. അപ്പം ഈ ഫസ്റ്റ് നമ്മൾ ഫുള്ള് വൈറ്റ് വെച്ചിട്ട് കവർ ചെയ്തു. സെക്കൻഡ് ലെയർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പിങ്ക് ഒറ്റൊരു ഡ്രോപ്പ് വെച്ചിട്ടാണ് ഈ ഒരു കളർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതും ഒരു ഫോൾട്ട് ലൈൻ ഡിസൈൻ പോലെ കൊടുത്തിട്ട് നമ്മൾ സ്ക്രേപ്പർ വെച്ച് അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ വിട്ടുപോയ കുറച്ച് ഭാഗങ്ങളിലും കൂടെ ക്രീം ഫില്ല് ചെയ്ത് നന്നായിട്ട് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറായിട്ട് കുറച്ചും കൂടി ഡാർക്ക് പിങ്ക്, ഒരു 2-3 ഡ്രോപ്പ് പിങ്ക് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതും കൂടെ ഇതുപോലെ ഒരു ഫോൾട്ട് ലൈൻ ഡിസൈൻ പോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ടതും സ്ക്രേപ്പർ വെച്ച് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനൽ ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്കിൻ്റെ ബേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. അപ്പം അതിനെയൊക്കെ നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നെയാണ് ഞാൻ ഈ ബാക്കി ഡെക്കറേഷൻസൊക്കെ ചെയ്യാറുള്ളത്. കാരണം അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് പേപ്പർ ബട്ടർഫ്ലൈ ആണ്. അപ്പം നമ്മളത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അത് നാശമായി പോകും ഡെലിവറി ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 6 കപ്പ് കേക്ക്സും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഡിസൈനിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലൊരു ഡിസൈൻ കൊടുക്കുന്നത്. അങ്ങനെ കപ്പ് കേക്ക്സിന് ഇങ്ങനെ കാര്യമായിട്ടുള്ള ഡിസൈനൊന്നുമില്ല. അതിൻ്റെ മേലെ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കഴിഞ്ഞാൽ കപ്പ് കേക്ക്സ് സെറ്റായി. അത് നമുക്കൊരു ബോക്സിലേക്ക് എടുത്ത് വെക്കാം. ഞാൻ ഇതുപോലെയുള്ള ബോക്സിലാണ് കപ്പ് കേക്ക്സ് ഡെലിവർ ചെയ്യാറുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ. ഇത് നമുക്ക് കേക്കിൻ്റെ ഷോപ്പിൽ ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ബട്ടർഫ്ലൈസൊക്കെ അവിടെ ഇവിടെ അറേഞ്ച് ചെയ്തു. അതിൻ്റെ സ്റ്റിക്കൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. ബട്ടർഫ്ലൈൻ്റെ ആ ഒരു പാക്കിൽ തന്നെ അതിൻ്റെ സ്റ്റിക്കൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്ത് നമുക്കൊരു ടോപ്പറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവും. ഈ ടോപ്പർ ഞാൻ അവിടെ പോയപ്പം കേക്കിൻ്റെ ഷോപ്പ് പോയപ്പം വെറുതെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങി വെച്ചൊരു ടോപ്പറാണ്. അപ്പോൾ ഈ കേക്കിന് നോക്കിയപ്പം നല്ല മാച്ചാണ്. അപ്പം നമുക്ക് ആ ടോപ്പർ തന്നെ വെക്കാമെന്ന് വെച്ചു. ആ ടോപ്പറും കൂടെ വെച്ചപ്പോൾ കേക്കിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറിപ്പോയി. ഉണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അതും കൂടെ കഴിഞ്ഞു നമ്മുടെ പരിപാടി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.